ഓക്കെ, സോ നമ്മൾ ട്രാൻസ്ഫോർമൻസിനെ നോൺ ട്രാൻസ്ഫോർമൻസിൻ്റെ റീകോമ്പിനൻസ് ഇവരെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എങ്ങനെ ഗ്രോ ചെയ്തെടുക്കുക ആ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതൊരു ഈ നമ്മൾ 2 ആൻറ്റിബയോട്ടിക്സ് കണ്ടെയ്നിങ് പ്ലേറ്റ് വേണം. അതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണല്ലേ. ആദ്യം നമ്മൾ ആംബിസിലിൻ്റെ ഗ്രോ ചെയ്തു, വീണ്ടും ടെട്രാസൈക്ലിനിൽ ഗ്രോ ചെയ്തു, അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വളരെ ഒരു 1 സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല അത്. സോ an alternative method has been devised. So in this method, selectable markers, okay, certain selectable markers are developed, so they can produce color in presence of a chromogenic substrate. Okay, certain selectable markers which have the ability to produce color in presence of a chromogenic substrate. So what do you mean by chromogenic substrate? Color producing substrate. Chromogenic color produce ചെയ്യുന്ന ഒരു സബ്സ്ട്രേറ്റ്, അതിൻ്റെ പ്രസൻസിൽ ഒരു കളർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കളറിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആവില്ലേ. അപ്പം കളറുള്ളവർ അല്ലെങ്കിൽ കളറില്ലാത്തവർ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സെലക്റ്റബിൾ മാർക്കർ. സോ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻ കേസ് ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ. ഓക്കെ, ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ, ദിസ് ജീൻ the gene encoding for the enzyme beta galactosidase. So this enzyme beta galactosidase is the enzyme which breaks lactose. നിങ്ങൾക്കറിയാമല്ലേ ലാക്ടോസ് എന്താണ്? ഇറ്റ് ഈസ് എ ഡൈസാക്രൈഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ലാക്കോപ്രോൺ പഠിക്കുമ്പോൾ വരുന്നൊരു പാർട്ടാണ്. സോ ലാക്ടോസ് ഇറ്റ് ഈസ് എ ഡൈസാക്രൈഡ്. അതിൻ്റെ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. So beta galactosidase is the enzyme which breaks this lactose into glucose and galactose. ലാക്ടോസിനെ ഡൈസാക്രൈഡ് ആയിട്ടുള്ള ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. സോ ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം കോഡ് ചെയ്യുന്ന ജീൻ, ഓക്കെ, ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിലേക്ക് നമ്മൾ RDNA ഇൻസേർട്ട് ചെയ്തു. നമ്മൾ നേരത്തെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉള്ള ജീനിലേക്കല്ലേ DNA ഇൻസേർട്ട് ചെയ്തത്. ഇവിടെ അതുപോലെ തന്നെ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിലേക്ക് നമ്മൾ റീകോമ്പിനന്റ് DNA ഇൻസേർട്ട് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ വിൽ ടേക്സ് പ്ലേസ്, അല്ലേ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്ന് ആര് ഇനാക്റ്റീവ് ആവും? ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസിങ് ജീൻ ഇനാക്റ്റീവ് ആവും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ബീറ്റാ ഗാലക്ടോസിഡേസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. സോ ബീറ്റാ ഗാലക്ടോസിഡേസ് അവിടെ ഉണ്ടെങ്കിൽ, ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രസന്റ് ആണെങ്കിൽ അവിടെ ബ്ലൂ കളേർഡ് ബാക്ടീരിയൽ കോളനീസ് ഫോം ചെയ്യും. ഓക്കെ, ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ബ്ലൂ കളേർഡ് ബാക്ടീരിയൽ കോളനീസ് ഫോം ചെയ്യും. ബീറ്റാ ഗാലക്ടോസിഡേസ് ഇല്ലെങ്കിൽ എന്താണ്? കോളനീസിന് കളറൊന്നും ഉണ്ടാവില്ല. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്ന ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, സോ ഇഫ് ബീറ്റാ ഗാലക്ടോസിഡേസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ദർ വിൽ ബി നോ കളർ. സോ ദേ വിൽ ബി റീകോമ്പിനൻസ്. ഓക്കെ, കളർ ഇല്ലെങ്കിൽ എന്താണ്? കളർ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? റീകോമ്പിനൻസ് ആണ്, അല്ലേ? കളർ ഇല്ലെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ഇനാക്റ്റീവ്, ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസിങ് ജീൻ ഇനാക്റ്റീവ് ആയി. ജീൻ ഇനാക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? RDNA അതിനുള്ളിൽ എൻ്റർ ചെയ്യുമ്പോഴാണ്, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടക്കുമ്പോഴാണ്. സോ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി നോ കളർ ഫോർ ദ ബാക്ടീരിയൽ കോളനീസ് ആൻഡ് ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ റീകോമ്പിനൻസ്. ഓക്കെ, ഇനി നോൺ റീകോമ്പിനൻസ് എങ്ങനെയായിരിക്കും? അവിടെ ഈ ഒരു RDNA ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ബീറ്റാ ഗാലക്ടോസിഡേസ് ജീനിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. Then what will happen? No insertional inactivation will be there and blue colored colonies will be produced due to the production of beta galactosidase enzyme. So blue colored colonies ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ നോൺ റീകോമ്പിനൻസ് ആണ്. നോ ബ്ലൂ കളർ ആണ് അവിടെ കിട്ടുന്നതെങ്കിൽ they will be recombinants. So this is another alternative.
ഫോർ ദ സെലക്റ്റബിൾ മാർക്കർ. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാം ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അവിടുത്തെ പോലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓൺലി ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ കളർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബാക്ടീരിയൽ കോളനീസ്. ഓക്കെ, ദ ഫോർത്ത് വൺ, നമ്മൾ ഇതുവരെ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ ആൻഡ് തേർഡ് വൺ ക്ലോണിങ് സൈറ്റ്സ്. ക്ലോണിങ് സൈറ്റ്സിലാണ് നമ്മൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഫോർത്ത് ക്യാരക്ടർ ഏതായിരുന്നു? ഫോർത്ത് ഫീച്ചർ ഓഫ് എ ക്ലോണിങ് വെക്ടർ, ദാറ്റ് ഇസ് വെക്ടേഴ്സ് ഫോർ ക്ലോണിങ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. Okay, so first one we will be discussing the case of plants. So in plants, one important type of vector which is used in plants is, ഇപ്പോൾ എല്ലാവർക്കും ഒരു ടൈപ്പ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ബാക്ടീരിയയിൽ പറഞ്ഞല്ലോ PBr322 ഈക്കോളയിൽ, അതാണ് ആ ഒരു പ്ലാസ്മിഡാണ് നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലാസ്മിഡ് അതുപോലെ തന്നെ ബാക്ടീരിയോഫേജസ് ഒക്കെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ്, that is a bacteria, Agrobacterium tumefaciens. This is important. Okay, bacteria Agrobacterium tumefaciens is used as a vector for plants. So in normal cases, this bacteria is a pathogen in plants. നമ്മുടെ ഡൈക്കോട്ട് പ്ലാന്റ്സിലൊക്കെ ഒരു പാത്തോജനായിട്ട് ഒരു ഡിസീസ് കോസിങ്, അതായത് ഈ ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സാണ്. ഓക്കെ, പ്ലാന്റ്സിൽ നമ്മളതിനെ ക്രൗൺ ഗാൾ ഡിസീസ് എന്ന് പറയും. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. പ്ലാന്റ്സിൽ ഒരു ട്യൂമർ, ഓക്കെ, ഇപ്പോൾ ഒരു പ്ലാന്റ്സ് ആണെങ്കിൽ അതിലൊരു ട്യൂമേഴ്സ് കോസ് ചെയ്യും. പ്ലാന്റ് ബോഡിയിൽ ട്യൂമേഴ്സ് കോസ് ചെയ്യുന്നവരാണ് ഈ ഒരു അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. സോ നമ്മളത് അപ്പോൾ ട്യൂമർ കോസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളവരാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെക്ടറായിട്ട് അതിനെ യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു പത്തോജനിസിറ്റി, അതായത് ആ ഒരു ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിനെ ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമ്മളൊരു പേര് പറയും ഡിസാംഡ് പാത്തോജൻ വെക്ടേഴ്സ് എന്ന് പറയും. ഡിസാംഡ് പാത്തോജൻ വെക്ടേഴ്സ്. ഓക്കെ, പാത്തോജൻസ് ആണ്. പ്ലാന്റ്സിന് ഡിസീസ് കോസ് ചെയ്യും, പാത്തോജൻസ് ആണ്. അപ്പം നമ്മൾ ഇവരെ ഒന്ന് പവർ കുറച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് വിൽ കോസ് ട്യൂമർ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ട്യൂമർ കോസ് ചെയ്യും നമ്മുടെ ഈ പറഞ്ഞ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഇനി ഈ ട്യൂമർ കോസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയയിൽ പ്രസൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്മിഡ് ഉണ്ട്, which is known as TI plasmid. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. TI plasmid or tumor inducing plasmid. Okay, TI plasmid or tumor inducing plasmid present in Agrobacterium tumefaciens will cause tumor in this in plants. പ്ലാന്റ്സിൽ ട്യൂമർ കോസ് ചെയ്യും. ഇനി പ്ലാന്റ്സിൽ ട്യൂമർ കോസ് ചെയ്യുമ്പോൾ അപ്പോൾ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്, ഈ പ്ലാസ്മിഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്തിനെ കൊടുക്കുന്നത്? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട DNA കൊടുക്കുന്നത്. ഓക്കെ, TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്, ഈ ഒരു TI പ്ലാസ്മിഡിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട DNA കൊടുക്കുന്നത്. ദെൻ ദിസ് പ്ലാസ്മിഡ് വിൽ കോസ് ട്യൂമർ ഇൻ ദ പ്ലാന്റ് and the DNA which we have inserted will be present inside this tumor. Agrobacterium tumefaciens inde adathu endunde TI plasmid is there, so we will insert our desired DNA to this TI plasmid which will act as a vector, and when it infects the plant a tumor will be produced and the desired DNA will be there inside this tumor. Okay, അല്ലെങ്കിൽ ആ പ്ലാന്റിലേക്ക് നമ്മുടെ ഡിസൈഡ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യും. ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ചെന്ന് കഴിയുമ്പം അതിൻ്റെ ഒപ്പം തന്നെ ആ ഡിസൈഡ് DNA കൊണ്ടുപോകും. അപ്പോൾ പ്രൊസീജിയർ ഒന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക.
പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് വെക്റ്റർ ദാറ്റ് ഇസ് agrobacterium tumefaciens which contain the tumor inducing plasmid known as TI plasmid. Okay, then next one is the vector, a vector in case of animals. ഇത് നമ്മൾ പറഞ്ഞത് പ്ലാന്റ്സിൻ്റെ കേസാണ്. ആനിമൽസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് ദാറ്റ് ഇസ് റിട്രോവൈറസസ്. Okay, retroviruses. So retroviruses are cancer causing viruses. Okay, and they can be used as vectors. ഇവരും ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സിനുള്ള എക്സാമ്പിൾ ആണ്. പാത്തജൻസ് ആണ്, ക്യാൻസർ കോസിംഗ് ആണ്, ക്യാൻസർ കോസിംഗ് വൈറസസ് ആണ് റിട്രോവൈറസസ്. ബട്ട് നമ്മളിവരെ ഡിസാംഡ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ പവർ റെഡ്യൂസ് ചെയ്തിട്ട് അവരെ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ആനിമൽസ്. സോ പ്ലാന്റ്സിൽ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് agrobacterium tumefaciens and it contain the plasmid TI plasmid. In case of animals, retroviruses are used as vectors.